ഗൂണ്ട നേതാവ് തീക്കാറ്റ് സാജൻ ഒളിവിൽ പോയി. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ സാജന്റെ പേരിൽ 3 കേസുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 വധശ്രമ കേസുകളടക്കം 14 കേസുകൾ പ്രതിയാണ് ഈ ഗൂണ്ട നേതാവായ തീക്കാറ്റ് സാജൻ. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സാജൻ ഒളിവിൽ പോയി. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. സൂരജ്, ഗുഡ് മോർണിംഗ്. പറയൂ, തീക്കാറ്റ് എവിടെ? എന്തായാലും തീക്കാറ്റിനെ തിരയുകയാണ് തൃശ്ശൂരിലെ പോലീസ്. കഴിഞ്ഞ ദിവസം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് 3 കേസുകൾ രജിസ്റ്റർ ചെയ്തത്. ഈസ്റ്റ് CIയുടെ ഫോണിലേക്കും അതുപോലെ തന്നെ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കും കമ്മീഷണർ ഓഫീസിലേക്കും വിളിച്ച് പോലീസ് സ്റ്റേഷനുകൾ ബോംബിട്ട് തകർക്കും എന്നുള്ളതായിരുന്നു സാജന്റെ ഭീഷണി. തെക്കേ ഗോപുര നടയിൽ സാജൻ ഈ ആവേശം മോഡൽ പിറന്നാൾ ഒരുക്കാൻ തീരുമാനിച്ചിരുന്നു. പിറന്നാൾ ആഘോഷം ഒരുക്കാൻ തീരുമാനിച്ചിരുന്നു. ഇത് പോലീസ് അറിയുകയും അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മുഴുവൻ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതനായിക്കൊണ്ടാണ് ഇന്നലെ പുലർച്ചെ ഈ സ്റ്റേഷനുകളിലേക്ക് മാറി മാറി വിളിച്ച് സാജൻ ഭീഷണിപ്പെടുത്തിയത്. പോലീസ് പറയുന്നത് സാജൻ അത്ര ചില്ലറക്കാരനല്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. 2 കൊലപാതക ശ്രമ കേസുകളടക്കം 14 കേസുകളിൽ സാജൻ പ്രതിയാണ്. ഈ തീക്കാറ്റ് സാജൻ എന്ന പേരിൽ തീക്കാറ്റ് ചേർത്തത് സാജൻ തന്നെയായിരുന്നു. ഒരു വലിയ ഗുണ്ടയായി മാറണം എന്ന് 15-ാം വയസ്സ് മുതൽ ആഗ്രഹം തോന്നി സൂരജ് സജി, താങ്കളുടെ ശബ്ദം നിലച്ചുപോയി. ശബ്ദം നിലയ്ക്കാൻ പാടില്ല. അപ്പോൾ എന്തായാലും തീക്കാറ്റ് സാജൻ ഒളിവിൽ പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.